ഇവിടെ കോട്ടപ്പഴത്തിൻ്റെ മരമാണ്. കോട്ടപ്പഴം എന്ന് പറയും, കോട്ടാപ്പിൾ എന്ന് പറയും, മുട്ടപ്പഴം എന്ന് പറയും. ഇപ്പോൾ സീസൺ അല്ല കേട്ടോ. നല്ല യെല്ലോ കളറിൽ അത്യാവശ്യം ഓറഞ്ചിന് വലിപ്പമുള്ള ഒരു തൈയാണ്. ഫ്രൂട്ട്സാണ്. ഒരു ചവർപ്പാണ്, ചെറിയൊരു ചവർപ്പോട് കൂടിയിട്ടുള്ളൊരു മധുരമാണ്. പിന്നെ അറിയാലോ ചക്കപ്പഴം, കുരുമുളക്, ഇത് അത്യാവശ്യം നല്ല വൃത്തിയിലുണ്ടാവുന്നുണ്ട്. ഇതൊക്കെ 2-3 മാസമായിട്ടുള്ളൂ വെച്ചിട്ട്, അപ്പോൾ ഇത്ര വലുതായി. അതുപോലെ തന്നെ ബട്ടറിൻ്റെ ഇത് 3-4 വർഷമായി. ഇതുപോലെ തന്നെയാണ്, ഒരു മാറ്റമില്ല. ഈ ഒരൊറ്റ ഇത്രയേ ഉള്ളൂ ലീഫ് ഇതിമേ, ഈ ഒരു കമ്പ് ഇങ്ങനെ. ഇത് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയാണ്. ഇത് എങ്ങനെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലും ഉണ്ടാവാത്തൊരു സംഭവമാണ്. ഇത് നമ്മുടെ മൾബറിയാണ്. ഇതിലും അത്യാവശ്യം കായൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം കുറേ ആയി ഉണ്ടായിട്ട്. ഇത് ചെറിയ തൈയായിരുന്ന സമയത്ത് അത്യാവശ്യം പഴങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താ പടർന്ന് പിടിച്ച്, പക്ഷേ പഴങ്ങളൊന്നും ഉണ്ടാവണില്ല. നമ്മുടെ മുള്ളൻ ചക്കൻ്റെ മരമാണ്. ഒരു പഴം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഒറ്റൊന്നും നല്ല വലുതായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു മധുരവും പുളിയും കൂടി, റംബുട്ടാനൊക്കെ ആ ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. നല്ല നല്ല എന്താ ക്രീമായിരുന്നു. നമ്മളുടെ പാലക്കാട് മാമ്പഴമാണ്. ഇതും വിത്തിട്ടിട്ട് ഇതേ എത്ര വലുപ്പമായി ചട്ടിയിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഇത്ര വലുപ്പം വെച്ചു, വളരുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ പാകി വെച്ച കുക ഇതാ നന്നായി മുളച്ചിട്ടുണ്ട് കേട്ടോ. കുക പല ഐറ്റുണ്ട്. ഇത് വെള്ള കളറുള്ളതാണ്, ഇളമഞ്ഞ കളറുള്ളതുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് ഇതിൻ്റെ ലീഫ്, നല്ല സ്മെല്ലാണ്. ഇത് നമ്മുടെ ഇഞ്ചി മരം കേട്ടോ. നമ്മൾ പാകിയ ഇഞ്ചിതായി ഇത്ര വലുപ്പം വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ചെറിയ പച്ചമുളകിൻ്റെ തൈകളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ ഒഴിഞ്ഞ ഭാഗത്ത് നമുക്ക് ഉണ്ടായതിന് ശേഷം പറിച്ച് കുഴിച്ചിടാം. ഇതാണ് കേട്ടോ, മുസമ്പിൻ്റെ വിത്താണ്. എടുത്തോ, ഇങ്ങനെ സൈഡിലോട്ടെടുക്കാം. ഉണ്ടാവില്ലെന്നറിയാലോ, മുളച്ച് വന്നാൽ നമുക്ക് മാറ്റാം. ഓക്കെ.